ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ്സുകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോയുടെ വളരെ മൂർച്ചയേറിയ വിമർശനമാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണാൻ സാധിക്കുക. ഈശോയുടെ ഒരു പ്രത്യേക ശൈലി നമുക്കിങ്ങനെ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അത് വളരെ കൃത്യമായിട്ടും നിയമജ്ഞർക്കും ഫരിസേയർക്കും എതിരായിട്ട് സംസാരിക്കുകയാണ്. ജനക്കൂട്ടത്തോട് ഈശോ സംസാരിച്ചുകൊണ്ട് ഈ നിയമജ്ഞരെ ഫരിസേയരെ സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിയമജ്ഞരും ഫരിസേയരും ഒക്കെ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നതൊക്കെ അനുസരിക്കണം. പക്ഷേ അവർ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ അനുകരിക്കാൻ പോരുത്, അത് നിങ്ങൾ അനുകരിക്കരുത്. കാരണം അവരുടെ വലിയ ഭാരമുള്ള ചുവടുകൾ നിങ്ങളെ പുറത്ത് വെച്ച് തന്നിട്ട് ഒരു ചെറുവിരൽ കൊണ്ടുപോലും നിങ്ങളെ സഹായിക്കാനായിട്ട് വരാത്തവരാണ്. ഇനി ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയത്, സഭയിൽ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. പുതിയ പുതിയ തിരുനാളുകൾ, പുതിയ പുതിയ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ പുതിയ പുതിയ നേർച്ച, പണസമ്പാദനത്തിന് വേണ്ടിയുള്ള നേർച്ചകൾ. സത്യത്തിൽ ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ ഈ സുവിശേഷഭാഗം വായിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ ഭാരങ്ങൾ നമ്മൾ പുറത്ത് വീണ്ടും വെച്ച് തരിക, വലിയ ഒരുപാട് പണം ചെലവാക്കിയുള്ള പെരുന്നാളുകളും പരിപാടികളും, അതുപോലെ തന്നെ പുതിയ പുതിയ നേർച്ചകൾ, വളരെ 20 രൂപ 30 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന നേർച്ചകളൊക്കെയാണ്. അപ്പോൾ പുതിയ പുതിയ നേർച്ചകൾ പുതിയ ഇങ്ങനെ വീണ്ടും ദേവാലയങ്ങളിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയോ വിലക്കുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നിശബ്ദരായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കുന്നുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്, ഇങ്ങനെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള നേർച്ചകളിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് രൂപതകളിലും പ്രമുഖ സ്ഥലങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വരുമാനം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പലരും നിശബ്ദരാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നേർച്ച കാഴ്ചകൾ കൂടുന്നു, അല്ലെങ്കിൽ സത്യത്തിൽ അതൊരു കൂദാശകളുടെ പ്രാധാന്യം കുറച്ച് കളയുന്ന രീതിയിൽ നേർച്ചകളുടെ പ്രാധാന്യം കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, എന്നാൽ സഹായിക്കാൻ അവര് ചെറുവിരൽ പോലും അനക്കുന്നില്ല. അതിൽ വീണ്ടും പറയുകയാണ്, അവര് വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും തെരുവീതികളിൽ അഭിവാദനവും അതുപോലെ തന്നെ സിനഗോഗിൽ പ്രധാന പീഠവും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. വസ്ത്രത്തിന്റെ തൊങ്ങലുകളുടെ നീളവും മന്ത്രപ്പട്ടകളുടെ വീതിയും ഒക്കെ കൂട്ടുന്നു എന്ന് പറയുന്നത് അവര് ഇങ്ങനെ അവരുടെ ഒരു സെൽഫ് പ്രൊജക്ഷനെ കുറിച്ച് പറയുകയാണ്. നമ്മള് ഈ ഒരു സുവിശേഷ ഭാഗത്തില് 23-ാം അധ്യായമാണ്, 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 5-ാമത്തെ വാക്യം ഇതിന്റെ ഒരു സത്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൊത്തത്തിലുള്ള കാര്യം ഒറ്റ വരിയിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 23:5 മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഇവർ ചെയ്യുന്നത്. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി, ദൈവം കാണുന്നതിന് വേണ്ടിയല്ല, ദൈവത്തെ കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർ കാണാൻ വേണ്ടി, ഞങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. ഞാൻ മുമ്പ് നമ്മൾ പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്, ഈ കുറേ അധികം നമ്മൾ സഭയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സമൂഹത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഒരുപാട് പ്രോഗ്രാമുകളും. ജനത്തിന് എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെടുന്നു, ഒരു ഇഷ്ടംപോലെ പ്രോജക്റ്റുകളാണ്. അവൻ്റെ ഇങ്ങനെ കേരളം മൊത്തം പുതുക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ സമീപകാലത്തായിട്ടേക്ക് അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നൊരു കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കും, പക്ഷെ ഒരു ഉപരിതലത്തില് അല്ലെങ്കിൽ പത്രത്തില് റിപ്പോർട്ടുകളിൽ റെക്കോർഡുകളിൽ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, യഥാർത്ഥത്തിൽ ഇതൊന്നും മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ള. അതല്ല, ചില ആളുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും, ഇന്ന പാർട്ടി ഒന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സഭയിൽ ഇതൊക്കെ തന്നെ നടക്കുന്നത്. നമ്മൾ നോക്കും, ഭയങ്കര കോമഡി ആയിട്ട് തോന്നും നമുക്ക്. ഇങ്ങനെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ പറ്റിയ എല്ലാ ദിവസവും പത്രത്തിൽ ഫോട്ടോ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അത് വൈദികരും ഉണ്ട്, അൽമാരും ഉണ്ട്, അൽമായ നേതാക്കന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ട് തോന്നും. ഈ സത്യത്തിൽ പത്രം പോലും ആരും വായിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ പത്രമൊന്നും ആരും ഒരുമാതിരിപ്പെട്ട പത്രം വായിക്കാറില്ല. പിന്നെ പഴയ കുറച്ച് ആൾക്കാർ വായിക്കുന്നതല്ലാതെ നമ്മുടെ വീട്ടിൽ പത്രം വരുത്തുന്ന തന്നെ ഒരു പലരും നിർത്തി. അപ്പോഴാണ് ഈ പത്രത്തിനകത്ത് പടം വരാൻ വേണ്ടി കുറെ പരിപാടികൾ. പിന്നെ ചില സ്ഥലത്തൊക്കെ രസകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാണ്ട് ചിന്തിക്കുകയാണ്. അതായത് ചില ഇങ്ങനെ എല്ലാ മാസവും തിരുനാളുകളാണ് ഇടവയിൽ.
ഈ തിരുനാളിൻ്റെ കൊടിയേറ്റത്തിൻ്റെ ഫോട്ടോയും കൃത്യമായിട്ടും പത്രത്തിൽ ഇടും. തിരുനാളിൻ്റെ കൊടിയേറ്റുന്ന ഫോട്ടോ കൃത്യമായിട്ട് പത്രത്തിൽ ഇടും. കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളിൽ നിന്നായിരിക്കും ഫോട്ടോ എടുത്തേക്കുന്നത്. ഞാനൊരിക്കൽ കണ്ടൊരു കാര്യമാണ്. ഒരു ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ഈ കൊടിയേറ്റുന്ന വൈദികൻ കാണും, കുറച്ച് ഭക്തസ്ത്രീകൾ കാണും, കൊമ്പ്രിയർ അപ്പാപ്പന്മാർ കാണും. അങ്ങനെ ഒരു 10-15 പേര് നിൽക്കുന്ന ഒരു സർക്കിൾ കാണും. അതായിരിക്കും ഫോക്കസ്. ഈ ഫോക്കസ് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് ഒറ്റ കുഞ്ഞുപോലും കാണത്തില്ല, ജനമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. ഇത് ഇങ്ങനെ ഫോട്ടോ കൃത്യം ഫ്രെയിമിന് കിട്ടത്തക്ക രീതിയിൽ ഇന്ന് അറേഞ്ച്ഡായിട്ട് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുക, പത്രത്തിൽ ഇടുക. തിരുനാളിന് കൊടിയേറ്റി. അപ്പൊ ഈ തിരുനാളിന് കൊടിയേറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചുള്ള കാര്യമാണ്. തിരുനാളുകൾ, കൺവെൻഷനുകൾ, പ്രാർത്ഥനകൾ, തീർത്ഥാടനത്തിന് ഇതിനൊക്കെ എന്തിനാണ് പരസ്യം? ഈ പരസ്യം വെക്കുന്നത് കർത്താവിന് പരസ്യത്തിന് ആവശ്യമില്ല. കർത്താവിന്റെ കൃപകൾ ഒഴുകാൻ പരസ്യത്തിന്റെ ആവശ്യമില്ല. അത് മനുഷ്യന്റെ സാക്ഷ്യമാണ് പരസ്യം എന്ന് പറയുന്നത്. അതില്ല താനും. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ പരസ്യങ്ങളിലൊക്കെ ഈ നമ്മുടെ ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സരോജ് കുമാർ പറയുന്നുണ്ട്, എൻ്റെ തല എൻ്റെ ഉടൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ, ആ ചില വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. കുറച്ച് നാൾ മുമ്പ് അത് സിനിമയിലൊക്കെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സംഭവം യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് വേദിയിലും സദസ്സിലും ജനം ഉണ്ടാവണമല്ലോ. ഈ താഴേക്കൊന്നും ഒരു മനുഷ്യനില്ല, അവിടെ ആളില്ല, സദസ്സിന് ആളില്ല. എല്ലാവരും വേദിയിലേക്ക് കയറി. എല്ലാവരും വേദിയിലോട്ട് കയറിയതിന്റെ പേരിൽ ഈ എന്താണ് എല്ലാവരും സ്റ്റേജിലേക്ക് കയറി. എല്ലാവരും നേതാക്കന്മാരായി പോയി. താഴെ ഇരിക്കുന്ന ആളില്ല. എല്ലാവരും സ്റ്റേജിലോട്ട് കയറി സ്റ്റേജ് പൊളി താഴെ വീഴുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവം നടന്ന കാര്യമാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ചില സിനിമകളിലൊക്കെ അഡാപ്റ്റ് ചെയ്തിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, എല്ലാവർക്കും എന്തൊക്കെയോ ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളൊരു തത്രപ്പാടിലാണ് എല്ലാവരും. അങ്ങനെ ഒരു തത്രപ്പാടില്ല. ഞാൻ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, ഞാൻ എന്തൊക്കെയോ സംഭവമാണെന്ന്, ഞാൻ രൂപതയിൽ ആരൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ സംഘടനയിൽ ആരൊക്കെയാണെന്ന്. നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. ഈ ഗവൺമെന്റ്, രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയ കാര്യങ്ങൾ, സാമ്യം, മറ്റു മതങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സത്യത്തിൽ തന്നെ നമ്മൾ ഒരു പുതിയ വൊക്കാബുലറിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് വെറുപ്പിക്കലെന്ന. ഇങ്ങനെ വെറുപ്പിക്കൽ പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് വെറുപ്പിക്കൽ പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പത്രം വിട്ടുകളഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക്, ഇപ്പം ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് വെറുപ്പിക്കുന്ന കുറേ ആൾക്ക് മനുഷ്യനുണ്ട്. അത് അൽമാര് മാത്രമല്ല, വൈദികർ ഉൾപ്പെടെ ഉണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മള് എന്താണ് ഇപ്പൊ ഈശോ പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്, 23-ാം അധ്യായം 5-ാം വാക്യം, മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളുടെ പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കർത്താവിന് വേണ്ടി അല്ല എന്നുള്ളത്. എന്തോ ഒരു ഇവന്റ്സ് ആണ്, ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഇവന്റ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഈ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു, ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. വേറെ രസകരമായിട്ടൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് അത് നമുക്കൊരു അതിന്റെ സീരിയസ്നെസ് കൂടി കിട്ടാൻ വേണ്ട. ഒരു പുസ്തക പ്രകാശനത്തിന് പോയി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലാന്ന് ഓർക്കുന്നില്ല. ഒരു പുസ്തക പ്രകാശനത്തിന് പോയി. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് അവതരണത്തിന് എന്നെ ഏൽപ്പിച്ചിരുന്നു. പുസ്തകം അവതരിപ്പിച്ചു. ഒരു മന്ത്രി, മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു അന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യേണ്ട സമയത്ത് വന്നപ്പോൾ ഈ മന്ത്രിക്ക് വളരെ വേഗത്തിൽ ഇതിന്റെ പരിപാടിയിൽ അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടൊരു പ്രസംഗം നടത്തിയിട്ട് ഈ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് പിന്നീട് വന്ന് പുസ്തകം പ്രകാശനം ചെയ്യണം. മന്ത്രി ശരവേഗത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ഓടി ഇങ്ങോട്ട് വിളക്ക് കത്തിച്ചു. നമ്മുടെ കുറേ മനുഷ്യര് ഈ വിളക്കോമാനിയുള്ളവരാ, വിളക്ക് തൂങ്ങിക്കിടക്കും. കുറേ പേർക്ക് വിളക്ക് തൂങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടി ഓടി വന്ന് വിളക്കിനടുത്ത് നിന്നു. ഇല്ല ഈച്ച മുച്ചെന്ന പോലെ ഇങ്ങനെ വിളക്കിനടുത്ത് നിന്ന് ഈ മന്ത്രി അതിനിടയിൽ കൂടി ഊരിപ്പോയിരുന്നു. ഇപ്പുറത്ത് വന്നു, പുസ്തകം വാങ്ങിച്ചു, പ്രകാശനം ചെയ്തു, മന്ത്രി കഴിക്കാൻ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഭവം പുസ്തക പ്രകാശനമായതുകൊണ്ട് അടുത്ത ദിവസം പത്രത്തിൽ വരാൻ പോകുന്ന ഫോട്ടോ ഈ പുസ്തക പ്രകാശനത്തിന്റെ, അതിന്റെ ഈ പുസ്തകത്തിന്റെ കൂടെ ആ ഗ്രന്ഥകർത്താവ്, ഈ മന്ത്രി, പിന്നെ അതിൻ്റെ സൈഡിൽ ഞാനുണ്ട്. ഈ പുസ്തകം അവതരിപ്പിക്കാൻ വിളിച്ചതിൻ്റെ പേരിൽ ഞാൻ ഈ വിളക്കെത്തിക്കുന്നിടത്ത് തള്ളാൻ പോകായിരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 3-4 പേര് മാത്രം ഉൾക്കൊള്ളുന്നൊരു ഫോട്ടോ വളരെ വൃത്തിയായിട്ട് അടുത്ത ദിവസം പത്രത്തിൽ വന്നു. ബാക്കി ഈ ഫോട്ടോയ്ക്കകത്ത് വന്ന് തള്ളി ഉന്തി തലയോ വാലോ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ബാഡ്ജോമാനിയ, വിളക്കോമാനിയൊക്കെയുള്ള ആൾക്കാർ മൊത്തം ഈ വിളക്ക് തൂങ്ങിക്കിടക്കുക. ഇപ്പുറത്ത് വന്നില്ല, ഈ ആമ്പാറ്റുകൾ കണക്ക്. അപ്പോൾ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കുറച്ചാൾ മുമ്പ് വന്നൊരു സിനിമയാണ്
ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞ് ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ചൊരു സിനിമ. അതിനകത്ത് ഇതിനെ കുറേ രസകരമായ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതങ്ങനെ ചില മനുഷ്യർ ഇതിന് അഡിക്റ്റഡാണ്. എന്തൊരു ഗതികേടാണ് നമ്മൾ, എന്തൊരു അഡിക്റ്റഡ് ആണ്. ഇങ്ങനെ ഫോട്ടോയ്ക്ക് അഡിക്റ്റഡ് ആണ്. എൻ്റെ പേര് ചത്തുപോകുന്നതിന് മുമ്പ് അത് കുറച്ച് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പേര് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കണം, പ്രശസ്തി വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, കുറെ ഫലകത്തിൽ ഞങ്ങളുടെ പേര് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഭയങ്കര യൂസ്ലെസ് ആയിട്ട് തോന്നും നമുക്ക്. ഇത് ആരെങ്കിലും നോക്കാൻ പോകും. നമ്മളിതിനെ കുറേ കെട്ടിടങ്ങളിലൊക്കെ ചെയ്തിട്ട് അതിനകത്ത് ഫലകങ്ങൾ വെക്കാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പം എൻ്റെയും വെച്ചിട്ട് കൊണ്ട് നമ്മൾ ഇരുന്ന പള്ളികളിലൊക്കെ പള്ളി പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഫലം വെക്കാറുണ്ട്. ഇതിങ്ങനെ വളരെ നിസ്സാരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുരിശ് വെച്ച് അവിടെ വെച്ച് ഒരു ടോയ്ലറ്റ് കെട്ടി സകലമായ സാധനത്തിനും ഫലമൊക്കെ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും. ഞാനെപ്പോഴും തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. പട്ടിക്ക് ഇങ്ങനെ കാലുപൊക്കി മൂത്രമൊഴിക്കാൻ വേണ്ടിയുള്ള കുറേ കല്ലുകൾ അതിനകത്ത് പേരെഴുതി വെച്ചിട്ട് അതിനകത്ത് സംതൃപ്തി കണ്ടെത്തുന്ന കുറേ ജീവിതങ്ങൾ. അപ്പം ഇങ്ങനെ വളരെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യം. ഈശോ പറയുകയാണ്, ഈ തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നവൻ താഴ്ത്തപ്പെടും. ഇതാണ് ഈശോ പറയുന്നൊരു കാര്യം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പരിശുദ്ധ അമ്മയാണ് മനുഷ്യകുലത്തിലെ ഏറ്റവും ശക്തിയായ വ്യക്തി, സ്ത്രീ എന്ന് നമ്മൾ കാണുന്നത്. ഈശോ കഴിഞ്ഞാൽ മറിയത്തിന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് സാത്താൻ വിറയ്ക്കുന്നു എന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് ഗബ്രിയേൽ അമർത്തുന്ന ഭൂതോച്ചാടകൻ പിശാചിനോട് തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് പിശാച് പറഞ്ഞ മറുപടി, അവൾ എളിമയുടെ നിറകുടവും ഞാൻ അഹന്തയുടെ അങ്ങേയറ്റവുമാണ്. ഞാൻ എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അതാണ് അവളുടെ ശക്തി. ഇപ്പം എളിമയാണ് ഏറ്റവും, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല, എല്ലാം ചെയ്തതിനു ശേഷം ഞാൻ വെറും ദാസൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാളായി മാറുക എന്ന് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക. നമുക്ക് ഈ വചനഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇനിയും ഓർത്തെടുക്കാൻ സാധിക്കും. നമുക്കിതൊക്കെ തമാശയായിട്ട് തോന്നും. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ആളുകൾ കിടന്ന് ഇങ്ങനെ എൻ്റെ പേര്, പക്ഷെ ഇത് പൊതുജനം അതിനെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള സംഭവമായിട്ടാണ് കാണുന്നത്. അവർ ചിന്തിക്കുന്ന പോലുമില്ല. അത് വെറുപ്പിക്കൽ പരിപാടി എന്നവർ ചിന്തിക്കുന്ന പോലുമില്ല. ഇങ്ങനെ നമ്മുടെ പേര് വെക്കണം, ഞാൻ എല്ലാത്തിനും എന്നെ വിളിക്കണം, എന്നെ വിളിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരും, എന്നെ അറിയിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ എന്ന വാക്ക്, ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ പറയുന്ന മ്ലേച്ഛമായൊരു വാക്ക് ഉരുവിടുക വഴി അവരുടെ തന്നെ ആ ഒരു വില കുറഞ്ഞ സ്വഭാവത്തെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കതൊരു തീർത്തും അതിൽ നിന്ന് ഒഴിഞ്ഞേൽക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലായി സുവിശേഷഭാവം. ഈശോ നമ്മളോട് ഓർമ്മിക്കുന്ന കാര്യം, നീ എൻ്റെ ശിഷ്യനാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്നുമല്ല, തന്നെ താഴ്ത്തുക. തന്നെ ഉയർത്താൻ വേണ്ടി സ്റ്റേജിന് മുകളിൽ കയറിയ ആൾക്കാരെല്ലാം സ്റ്റേജ് പൊളിഞ്ഞ് താഴേക്ക് വീണു എന്ന് പറഞ്ഞ പോലെ അത് അക്ഷരാർത്ഥത്തിൽ ഉള്ള കാര്യം കാണുക. തന്നെത്താൻ ഉയർത്താൻ ശ്രമിച്ചവരെല്ലാം താഴ്ത്തപ്പെടും, താഴ്ത്താൻ ശ്രമിച്ചവർക്ക് ഉയർത്തപ്പെടും എന്ന് പറയുന്നൊരു കാര്യം. നമുക്ക് പിന്നെ നമ്മൾ ഉള്ള കാര്യങ്ങളിലൊന്നും പറയേണ്ട ആവശ്യമില്ല. യാഥാർത്ഥ്യബോധമാണ് എളിമയെന്ന് പറയുന്നത്. ഞാൻ അല്ലാത്തതിനെ ആണെന്ന് പറയാനോ ആയിരിക്കുന്നതിനെ അല്ലെന്ന് പറയാനോ ശ്രമിക്കുന്നില്ല. ഞാൻ എന്താണോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്, അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എളിമ. അങ്ങനെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ സുവിശേഷം നമ്മൾ ഓർപ്പിക്കുന്ന പാഠം ഇതാണ്. തന്നെ ഈ സുവിശേഷം അവസാനിക്കുന്ന അങ്ങനെയാണ്. 23 വാക്യം തീരുന്ന എങ്ങനെയാണ്? നിങ്ങൾ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത് തന്നെ. നമുക്ക് കർത്താവ് നമ്മൾ ഉയർത്തട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധി വിനീതനായി ജീവിക്കുക. നമ്മൾ ആ പ്രസിദ്ധമായ വാക്യമുണ്ട്, മിക്കായുടെ വാക്യം നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെയാണ്, വോക്ക് ഹംബ്ലി വിത്ത് ഗോഡ് എന്ന് പറയുന്നൊരു വാക്യമുണ്ടല്ലോ. മനോഹരമായൊരു വാക്യമാണത്. അതിങ്ങനെ ഓർക്കാൻ, ആ വാക്യം ഇങ്ങനെയാണ്, മിക്ക 6:8, മിക്ക പ്രവാചന ദിവസം 6-8 വാക്യം, 6-8, ആക്ട് ജസ്റ്റ്ലി, ലവ് മേഴ്സി ആൻഡ് വാക്ക് ഹംബ്ലി വിത്ത് യുവർ ലോർഡ്. ആക്ട് ജസ്റ്റ്ലി, മനോഹരമായ വാക്യം. നമ്മളിങ്ങനെ ഹൃദയത്തെ കുറിച്ചിട്ടുണ്ട് വാക്യം. ഞാൻ പെട്ടെന്ന് എൻ്റെ സൈറ്റേഷൻ മറന്നു പോയതുകൊണ്ടൊന്ന് സെർച്ച് ചെയ്തു മാത്രം. മിക്ക 6:8, ആക്ട് ജസ്റ്റ്ലി, നീതിപൂർവ്വം ജീവിക്കുക, ലവ് മേഴ്സി, സ്നേഹവും കരുണയുള്ളവനായിരിക്കുക, അല്ലെങ്കിൽ കരുണയെ സ്നേഹിക്കുക, ആൻഡ് വാക്ക് ഹംബ്ലി, എളിമയോടുകൂടി കർത്താവിനോടൊപ്പം നടക്കുക, വാക്ക് ഹംബ്ലി വിത്ത് യുവർ ലോർഡ്, വിത്ത് യുവർ ഗോഡ്. അങ്ങനെയാണ് ആ വാക്യം. ആക്ട് ജസ്റ്റ്ലി, ലവ് മേഴ്സി ആൻഡ് വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗോഡ്. മിക്ക 6:8. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ഇതാ, നീതിയുള്ള കാര്യങ്ങൾ ചെയ്യുക, കരുണയോടുകൂടി ഇടപെടുക, എളിമപ്പെട്ട് കർത്താവിനോടൊപ്പം നടക്കുക.
അതിനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.